മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ തേർഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടാണ് സ്ട്രെയിൻ എനർജി ആൻഡ് ഇമ്പാക്ട് ലോഡിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് തിയറി പാർട്ട് ഇതാണ്. ഇതിന്റെ പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ തിയറി പാർട്ടിൽ ഫസ്റ്റ് സ്ട്രെയിൻ എനർജി എന്താണെന്ന് നോക്കാം. സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിയിൽ ഡിഫോർമേഷൻ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ കുറയാം, ഡയമീറ്റർ കൂടാം, ലെങ്ത് കുറയാം, ലെങ്ത് കൂടാം. ഇങ്ങനെ ഡിഫോർമേഷൻ സംഭവിക്കുമ്പോൾ ആ ബോഡി സ്റ്റോർ ചെയ്യുന്ന എനർജിയെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ്. അപ്പോൾ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ സ്ട്രെയിൻ എനർജിയാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത്. പ്രൂഫ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ആ ബോഡി ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്ന മാക്സിമം സ്ട്രെയിൻ എനർജിയാണ് നമ്മൾ പ്രൂഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഈ പ്രൂഫ് റെസിലിയൻസിനെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോഡുലസ് ഓഫ് റെസിലിയൻസ് കിട്ടും. പ്രൂഫ് റെസിലിയൻസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ബോഡി അല്ലെങ്കിൽ പ്രൂഫ് റെസിലിയൻസ് പെർ യൂണിറ്റ് വോളിയത്തിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഈ മൂന്ന് ഭാഗങ്ങൾ ഇതിൻ്റെ അകത്ത് റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് റെസിലിയൻസ്, ഇത് മൂന്നും സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്നത്തെ തിയറി ഭാഗം ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് ഇതിനകത്ത് പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം വരുന്നത് SI ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പ്രോബ്ലം ആയിരിക്കും. അപ്പം പ്രോബ്ലം സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രോബ്ലം. അപ്പൊ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന പ്രോബ്ലം ഏത് ടൈപ്പ് ആണ്, ഗ്രാജുവലി അപ്ലൈഡ് ലോഡാണോ സഡൻലി അപ്ലൈഡ് ലോഡാണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഫസ്റ്റ് നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഈ 2 കണ്ടീഷൻസ് അനുസരിച്ച് ചെറിയൊരു വ്യത്യാസം പ്രോബ്ലത്തിൽ വരും. അതേതാണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. അപ്പം നമുക്ക് സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാൻ സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഈ 2 കേസിലും ഇക്വേഷൻ സെയിം ഇക്വേഷൻ ആണ്. സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ യു എന്ന് പറയുന്ന ടൈം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്ട്രെയിൻ എനർജി യു ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2E ഇൻറ്റു വി. ഇവിടെ നമ്മൾ സഡൻലി അപ്ലൈഡിലും അതേ ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ബൈ 2E ഇൻറ്റു വി എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് സിഗ്മ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. നമ്മൾ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ അപ്ലൈഡ് ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന്റെ കണ്ടീഷനിലാണെങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു പി ബൈ എ തന്നെ ആയിരിക്കും. എന്നാൽ സഡൻലി അപ്ലൈഡ് ലോഡിന്റെ കേസിലേക്ക് വരുമ്പോൾ പി ബൈ എ ഇൻറ്റു 2 കൂടെ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ 2 ഇൻറ്റു പി ബൈ എ ആയിരിക്കും സിഗ്മ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം മാത്രം, നമ്മുടെ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ മാത്രമേ എന്തുള്ളൂ ഈ 2 കണ്ടീഷനിലും തമ്മിൽ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് തന്നെയാണ് 2 കണ്ടീഷനുകളിലും. അപ്പൊ നിങ്ങൾ ആദ്യമേ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വോളിയം കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ പി ബൈ എ അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടുപിടിക്കുക. നമ്മൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിൽ പി ബൈ എ വെച്ചിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കുക. സഡൻലി അപ്ലൈഡ് ലോഡിൽ 2P ബൈ എ വെച്ചിട്ട് സ്ട്രെസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് യൂണിറ്റുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ലോഡ് ന്യൂട്ടണിലായിരിക്കണം. കിലോ ന്യൂട്ടണിൽ വല്ലതും ആണെങ്കിൽ അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂട്ടണിലേക്ക് മാറ്റിക്കണം. ലെങ്ത്, ഡയമീറ്റർ, അത്തരം കാര്യങ്ങളൊക്കെ മില്ലിമീറ്ററിലായിരിക്കണം. മീറ്ററിലോ സെന്റിമീറ്ററിലോ ആണെങ്കിൽ അതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റിക്കണം. ഏരിയ മില്ലിമീറ്റർ സ്ക്വയറിലായിരിക്കണം. വോളിയം മില്ലിമീറ്റർ ക്യൂബിലായിരിക്കണം. നമ്മൾ ഡയമീറ്ററും ലെങ്തും ഒക്കെ മില്ലിമീറ്ററിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഏരിയയും വോളിയം ഒക്കെ മില്ലിമീറ്റർ ക്യൂബും മില്ലിമീറ്റർ സ്ക്വയറും ഒക്കെ ആക്കി മാറിക്കോളും. യങ്സ് മോഡുലസ് ഇതിന്റെ യൂണിറ്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ഇ എന്ന് പറയുന്നത് നമുക്ക് മെഗാ പാസ്കലിലാണ് വേണ്ടത്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ് വേണ്ടത്. ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറഞ്ഞാൽ മെഗാ പാസ്കൽ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ജിഗാ പാസ്കൽ GPAയിൽ തരും. GPAയിൽ തന്നാൽ അതിനെ എന്തിലേക്ക്, മെഗാ പാസ്കലിലേക്ക് മാറ്റിക്കണം. GPA ഇൻറ്റു 10⁻³ ചെയ്താൽ മെഗാ പാസ്കൽ ആവും. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന മെഗാ പാസ്കൽ, ജിഗാ പാസ്കൽ ഇതിന്റെയൊക്കെ കൺവേർഷൻ വളരെ കൃത്യമായിട്ട് സ്ട്രെസ്സിന്റെയും സ്ട്രെയിന്റെയും ഒക്കെ പ്രോബ്ലത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ യൂണിറ്റ് കൺവേർഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ മൊഡ്യൂൾ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ കാണേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പം നമ്മളോട്
അപ്പൊ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യമേ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. തന്നിട്ടുള്ളത് ഓരോന്നും എടുത്തെഴുതുക. ഫസ്റ്റ് ടെൻസൈൽ ലോഡ് 60 കിലോ ന്യൂട്ടൺ ലോഡ് തന്നിട്ടുണ്ട്. പി 60 കിലോ ന്യൂട്ടൺ. കിലോ ന്യൂട്ടണിനെ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 60 × 1000 ചെയ്യുമ്പോൾ 60,000 ന്യൂട്ടൺ എന്ന് കിട്ടും. A circular bar of 4 cm diameter. Diameter 4 cm തന്നു. സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കുമ്പോൾ 40 millimeter. അടുത്ത 5 മീറ്റർ ലോങ് തന്നു. ലെങ്ത് 5 മീറ്റർ. മീറ്ററിനെ മില്ലിമീറ്റർ ആകുമ്പോൾ 5 × 1000 5000 millimeter കിട്ടും. അടുത്ത യങ്സ് മോഡുലസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. E is equal to 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലെങ്കിൽ മെഗാ പാസ്കലിൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു കൺവേർഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഈ സ്ട്രെയിൻ എനർജി പ്രോബ്ലത്തിന്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഏരിയയാണ്. ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഡയമീറ്റർ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഏരിയ ഇതെന്ത് ഒരു സർക്കുലർ സെക്ഷൻ ആയിരിക്കും എന്നറിയാം. അപ്പോൾ നമുക്ക് ഏരിയ πr² ആണ്. പൈ ഇൻറ്റു അല്ലെങ്കിൽ 3.14 × 6. ഡയമീറ്റർ 40 ആണെങ്കിൽ റേഡിയസ് 20 ആയിരിക്കും. സോ 3.14 × 20². അപ്പൊ നമുക്ക് ആൻസർ 1256 mm² എന്ന് കിട്ടും. ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് വോളിയം ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്താൽ മതി. അപ്പൊ 1256 × 5000 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതിന്റെ വാല്യൂ കിട്ടും. ഏരിയ കിട്ടി, വോളിയം കിട്ടി. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ആണ്. സോ സ്ട്രെസ് നമുക്ക് ഇവിടെ ഗ്രാജുവലി അപ്ലൈഡ് ആയതുകൊണ്ട് തന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് P/A ആയിരിക്കും. സിഗ്മ ഈസ് ഈക്വൽ ടു P/A. സോ P തന്നിട്ടുണ്ട് 60,000 തന്നിട്ടുണ്ട്. A 1256 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 60,000 / 1256 ചെയ്യുമ്പോൾ 47.7 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഇതിനകത്ത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. കാൽക്കുലേറ്ററിൽ എടുക്കുന്ന 3.14 എന്നായിരിക്കത്തില്ല പൈയുടെ വാല്യൂ. 3.14 കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കുറെ ഭാഗം കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ചെറിയ വ്യത്യാസം 47 പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അപ്പൊ ഏരിയ കണ്ടുപിടിച്ചു, വോളിയം കണ്ടുപിടിച്ചു, സ്ട്രെസ് കണ്ടുപിടിച്ചു. അടുത്തത് സ്ട്രെയിൻ എനർജിയാണ്. നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ട്രെയിൻ എനർജി. സോ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു U is equal to σ² / 2E × V എന്ന് പറയുന്ന ഇക്വേഷൻ ഇടുക. അപ്പൊ ഇതിന്റെ അകത്ത് സിഗ്മ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചു. 47.77 കണ്ടുപിടിച്ചു. അപ്പൊ 47.77² ഡിവൈഡഡ് ബൈ 2 ഇവിടെയുണ്ട് ഇൻറ്റു E എന്ന് പറയുന്നത് ഇത് 2 × 10⁵. അപ്പൊ 2 വട്ടം 2 വരുന്നുണ്ട്. 2 × 2 × 10⁵. 2 × 2 × 10⁵ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് വോളിയത്തിന്റെ വാല്യൂ ഇവിടെ നമുക്ക് വോളിയം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് ഇതേപോലെ കിട്ടും. ഇതേപോലെ കിട്ടുന്ന ആൻസർ നിങ്ങൾ ഇവിടം കൊണ്ട് നിർത്തിയാലും നമുക്ക് ഇത്രയും മതിയായിരിക്കും. ഇനി ഇതിനെ കിട്ടുന്നതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ അല്ല ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ 35.8 എന്നായിരിക്കും നമുക്ക് ന്യൂട്ടൺ മീറ്ററിലേക്ക്. എംഎമ്മിനെ മീറ്ററിലാക്കുമ്പോൾ മീറ്ററിലേക്ക് നമ്മൾ മാറ്റിയെന്നേ ഉള്ളൂ. 35.8 ന്യൂട്ടൺ മീറ്റർ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇതിന്റെ അകത്ത് വരുമ്പം ഈ 2E ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ 2E എന്ന് പറയുന്നത് നിങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് മാത്രമേ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യാവുള്ളൂ. അപ്പൊ 47.77² ഡിവൈഡഡ് ബൈ ഇത് ബ്രാക്കറ്റ് ഇട്ട് തന്നെ കൊടുക്കണം. 2 × 2 × 10⁵ എന്നുള്ളത്. അതിനുശേഷം ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഗ്രാജുവലി അപ്ലൈഡ് ലോഡിന്റെ ഒരു പ്രോബ്ലം ചെയ്തു. ഇനി ഇതേ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് സഡൻലി അപ്ലൈഡ് ലോഡിന്റെ കേസാക്കി നമുക്ക് ഇതേ സെയിം പ്രോബ്ലം നമുക്ക് ഒന്നും കൂടി ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, അതേപോലെ സെയിം കാര്യങ്ങൾ എടുത്ത് എഴുതി. അതിനുശേഷം ഏരിയ πr² ആണ് നമുക്കറിയാം. ഏരിയ നമ്മൾ πr² ഇക്വേഷൻ വെച്ച് 1256 കണ്ടുപിടിച്ചു. വോളിയം ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്യുമ്പോൾ വോളിയം കിട്ടും. വോളിയം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ സഡൻലി അപ്ലൈഡ് ലോഡ് ആയതുകൊണ്ട് തന്നെ സ്ട്രെസ് ഈസ് ഈക്വൽ ടു 2P/A ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനെ കണ്ടുപിടിച്ചു. 2P/A ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 60,000 × 2 നമ്മൾ ചെയ്തു. അതിനുശേഷം അതിനെ 1256 കൊണ്ട് ചെയ്തപ്പോൾ 95.49 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഇട്ടു. സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ്റെ അകത്ത് സിഗ്മയുടെ വാല്യൂ 95.49 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × അടുത്ത ഇയുടെ വാല്യൂ 2 × 10⁵. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 62800 എന്നുള്ളത് കിട്ടി. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലിട്ട് തന്നെ ചെയ്യാൻ മറക്കരുത്. അത്രയും ചെയ്തു. നമുക്ക് ഇതേപോലെ ആൻസർ കിട്ടി. ഇത് ന്യൂട്ടൺ എംഎമ്മിലാണ്. ഇതിനെ വേണമെങ്കിൽ ഇവിടെ ഒരു അല്ലെങ്കിൽ 3 പോയിന്റ് മാറ്റി നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ല ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 3 പോയിന്റ് മാറ്റി നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 143.2 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഇത്രയും തന്നെ ചെയ്താൽ മതിയായിരിക്കും. സോ വേണമെങ്കിൽ ഇതും കൂടെ ചെയ്യാം. അപ്പൊ ഇതായിരിക്കും നമ്മുടെ സ്ട്രെയിൻ എനർജിയുടെ പ്രോബ്ലം.
നമുക്ക് കഴിഞ്ഞ തവണ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എടുത്തെഴുതുന്നു. തന്നിട്ടുള്ളത് എ പുൾ ഓഫ് 25 കിലോ ന്യൂട്ടൺ പി തന്നിട്ടുണ്ട്. സോ 25 ഇൻറ്റു 1000 ന്യൂട്ടണിലേക്ക് മാറ്റി. അടുത്ത 2 മീറ്റർ ലെങ്ത് ആണ്. സോ ഈ ലെങ്ത് 2 മീറ്റർ എന്നുള്ളത് 2 ഇൻറ്റു 1000 2000 കിട്ടും. ഇവിടെ നമുക്ക് ഏരിയ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പൈആർ സ്ക്വയർ ഒന്നും വെച്ച് ഏരിയ കണ്ടുപിടിക്കേണ്ടതായിട്ടില്ല. ഏരിയ 1000 എഴുതി. അതിനുശേഷം ഈ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 250 ജിഗാ പാസ്കൽ ആണ്. നമുക്ക് അതിനെ മെഗാ പാസ്കലിലേക്ക് മാറ്റണം. അപ്പൊ 250 ഇൻറ്റു 10⁻³ മെഗാ പാസ്കൽ അല്ലെങ്കിൽ 250 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമുക്കിവിടെ സഡൻലി അപ്ലൈഡ് ലോഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഇത് മാർക്ക് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം. സഡൻലി അപ്ലൈഡ് ലോഡ് ആണ്. അപ്പൊ ഫസ്റ്റ് തന്ന കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നില്ല. തന്നിട്ടുള്ള ഏരിയ അതേപോലെ എടുത്ത് എഴുതി. നെക്സ്റ്റ് വോളിയം, ഏരിയ ഇൻറ്റു ലെങ്ത്. സോ ഏരിയ 1000 ആണ്, ലെങ്ത് 2000 ആണ്. അപ്പൊ 1000 ഇൻറ്റു 2000 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. അടുത്ത നെക്സ്റ്റ് സ്ട്രെസ്സിന്റെ, സഡൻലി അപ്ലൈഡ് ലോഡ് ആയതുകൊണ്ട് സ്ട്രെസ് 2p ഡിവൈഡഡ് ബൈ എ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ 2p ബൈ എ, നമ്മൾ 2 ഇൻറ്റു p ഡിവൈഡഡ് ബൈ എ ചെയ്യുമ്പോൾ നമുക്ക് 50 ന്യൂട്ടൺ പെർ mm സ്ക്വയർ നമുക്ക് സ്ട്രെസ്സിന്റെ ആൻസർ കിട്ടും. സോ നെക്സ്റ്റ് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ സിഗ്മ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2e ഇൻറ്റു വി. സിഗ്മ നമുക്കറിയാം 50 ആണെന്ന് അറിയാം. 2 ഇൻറ്റു ഇ എത്രയാണെന്ന് നമുക്ക് ഇവിടെ അറിയാം. 250 ഇൻറ്റു 10⁻³ ആണ് ഇ എന്ന് നമുക്കറിയാം. സോ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഓരോന്നും അതേപോലെ എടുത്തെഴുതി. ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ഇടാൻ മറന്നു പോകരുത്. സോ അത്രയും എഴുതി കഴിഞ്ഞിട്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 ന്യൂട്ടൺ mm എന്ന് കിട്ടും. സോ ഈ 10,000 നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മൾട്ടിപ്ലൈ അല്ല ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000 എന്നുള്ളത് 10 ന്യൂട്ടൺ മീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. സോ ഇതാണ് നമ്മുടെ സ്ട്രെയിൻ എനർജിയുടെ പ്രോബ്ലംസ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഇത്രയും ഈ പ്രോബ്ലംസ് പഠിക്കുക, ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. കണ്ടീഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള സിഗ്മയുടെ ഇക്വേഷനും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ.